ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായി ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. മുട്ട ഞാൻ 2 ഇവിടെ എടുത്തത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുട്ട എടുക്കാം. 2 or 3 നമ്മൾ എത്ര ആക്കുന്നോ, എത്ര നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടതോ അത്ര ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എഗ്ഗ് എടുക്കാം. സോ ഞാൻ എഗ്ഗിനെ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം അതിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. നുള്ളുപ്പ് ആഡ് ചെയ്താൽ മതി. സോ ഉപ്പ് ആഡ് ചെയ്തിട്ട് പിന്നെയും ഞാൻ ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയത് ഒരു ബ്രെഡാണ് കേട്ടോ ഗൈസ്. സോ ബ്രെഡ് ഞാൻ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ഞാൻ 3-4 ബ്രെഡ് ഇങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുക്കാം. സോ ബ്രെഡ് ഇട്ടതിന് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതിലേക്ക് ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ബീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഉള്ളിയും സവാളയും കട്ട് ചെയ്തിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. സോ ഇതിലേക്ക് വേണ്ടി ചീസ് ഞാൻ ഇതാണ് കേട്ടോ എടുത്തത്. പിന്നെ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഈ ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. സോ ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇത് കുറച്ച് ഒരു 5 മിനിറ്റൊക്കെ ഇത് മൂടി വെക്കുക. എന്നിട്ട് ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒരു സൈഡ് വെന്തു. സോ നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിലുള്ള സോസ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ എടുത്തത് ടൊമാറ്റോ സോസാണ്. ചില്ലി സോസും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചീസ് ഇങ്ങനെ വിതറി കൊടുക്കുകയാണ്. മറ്റേ ലെയർ ചീസിനെ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തു. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ഉള്ളി തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. സോ അപ്പോൾ ഉള്ളിയും തക്കാളിയും ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇതാ ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനത് റെഡിയായി പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാണ് ഗൈസ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് പിസ്സയുടെ. സോ അപ്പോൾ നമുക്കിനി കണ്ടോ, ഇതാണ് അടിപൊളി പിസ്സയായി വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്കിനി ഇതിന് കട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ പിസ്സയെ കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സോ അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതാ കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.